അപ്പൊ എങ്ങനെ തീ ഇത് ദളപതി ஜெகன்மோகன் ரெட்டி ராகுல் காந்தி வரைக்கும் எல்லாத்துக்கும் எப்படி போயிருக்கு. விஜய் அவர்களுடைய இந்த அரசியல் பயணம் என்பது இன்னும் ஓராண்டுக்கு பிறகு நீங்கள் பார்க்கும் பொழுது எவ்வளவு பெரிய கூட்டணி அதுக்குள்ள கட்டமைப்புக்குள்ள வரும். இன்றைக்கு திமுக கூடாரம் காலியாகும் பொழுது அந்த கூடாரத்தில் இருக்கக்கூடிய பல கட்சிகள் எந்த கட்சியை சார்ந்து போகும். இன்னைக்கு எஸ்டிபிஐ யாரை சார்ந்து இயங்கி வருவார்கள். நல்லா புரிஞ்சுங்க. பாட்டாளி மக்கள் கட்சியை பொறுத்த வரைக்கும் மகனுக்கு பிஜேபியோட போகணும், அப்பாவுக்கு டிஎம்கேயோட போகணும். அப்போ இவர் டிஎம்கேக்குள்ளே வந்தாக்கா எவ்வளோ பெரிய ஒரு மாறுதல் ஏற்படும். இன்னொரு விஷயத்தையும் நான் பிரேக் பண்ணுறேன். ஐஜேகே கட்சி இருக்குல்ல, ஆமாம், பாரிவேந்தருக்கு பிஜேபியோட போகணும், அவர் மகனுக்கு விஜயோட வரணும். ஸோ இந்த ஒரு சிக்கல்லாம் போயிட்டு இருக்கும் பொழுது எவ்வளோ பெரிய மாற்றத்தை விஜய் களத்தில் இறங்கும் பொழுது நிகழும்ன்றதை பொறுத்திருந்து பார்க்கணும். அதுக்குள்ளேயும் விஜய் அழிஞ்சிட்டாரு, விஜய் ஒழிஞ்சிட்டாரு, விஜய்க்கு ஒன்றுமே இல்லை, அதுவே இல்லை, சரி ஒன்றுமே இல்லை, உனக்கே வலிக்குது, பொத்திடுவோம், வேலையை பார்க்க வேண்டியதானே. இதெல்லாம் உங்களுக்கு ஒரு பொழப்பான்னு நான் கேட்குறேன். அப்போது திமுக செய்யக்கூடிய இந்த கேவலமான அஜெண்டாக்குள்ளே இங்கே இருக்கக்கூடிய பல நபர்கள் சிக்கிக்கொண்டு அதற்காக நீங்கள் பேசி கொண்டிருக்கிறீங்கன்னா கிரவுண்ட் ரியாலிட்டி என்னன்றது நீங்கள் பார்க்கணும். அவங்க கட்சியில் இவ்வளோ நாள் ஆகியும் யாரையும் உள்ளே விடாமல் வச்சுருக்கிறாங்கன்னா ஒட்டுமொத்த திருட்டு பள்ளி நீங்கள் உள்ளே அனுப்புறதுக்கான வேலை செஞ்சுக்கிட்டீங்கன்னு பொழுது எந்த திருட்டு உள்ளே அனுப்ப வேண்டிய அவசியம் கிடையாது. இன்றைக்கு இங்கே நீங்கள் இந்த நபர் வந்தனால டிவிக்கு வளர்ந்துடும், அந்த நபர் அந்த சீன்லாம் கிடையாது. விஜய்ன்ற ஒற்றை ஐக்கானுக்கு மட்டும்தான் நீங்கள் சர்வதேச லெவலில் இந்தியாவை தாண்டி உலக அளவில் கவனிக்கிறாங்க. அவர் எடுக்கக்கூடிய முன்னெடுப்பை தான் கவனிக்கிறாங்க பொழுது இன்றைக்கு விஜய் എടുത്തിരിക്കக்கூடிய രോമാഞ്ചം. കാരണം അവിടെ പറഞ്ഞതിലേ അല്ലേ ആരുടെ മുഖം ഇനിയിപ്പൊ അവര് ചേരണം വേറെ രാഷ്ട്രീയക്കാർ വരണം എന്നാലേ വിജയന്റെ പാർട്ടി വരുള്ളൂ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഒറ്റപ്പില്ല. അത് നമ്മൾ ഇതുവരെയും കണ്ടുവരുന്ന ഒരു കാര്യമാണ്. വിജയ് എന്നുള്ള ഒരു രാഷ്ട്രീയം, അതൊരാൾ ആ വിജയനെ എന്ന് കണ്ട ഒരാൾ രാഷ്ട്രീയം. അപ്പൊ അതാ പറഞ്ഞത്. അപ്പൊ വിജയ് അവിടെ എന്ത് ചെയ്യും എന്നുള്ളത് നമുക്കൊരു ചാൻസ് കൊടുത്തത് നോക്കണം. ഇപ്പോ രാഷ്ട്രീയമാണ് മൂപ്പര് ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ സിനിമയിലൂടെ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മൂപ്പര് ചെയ്താണ്. അതായത് സിനിമയിലൂടെ രാഷ്ട്രീയത്തിന് എതിർത്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ ജനങ്ങൾക്ക് സപ്പോർട്ടായിട്ട് എന്താണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സിനിമയിലൂടെ കണ്ടതാണ്. അപ്പൊ മൂപ്പര് അത് ചെയ്യാനാണല്ലോ ഇപ്പൊ രാഷ്ട്രീയത്തിക്ക് നേരത്തെ ഇറങ്ങി വരുന്നത്. കാരണം എന്റെ ഒരു അതായത് ഞാനൊരു ഫാൻ ബോയ് എന്നുള്ള രീതിക്ക് പറയുകയാണെങ്കിൽ മൂപ്പര് ഒരു വർഷത്തിൽ അഭിനയിച്ചാൽ കിട്ടുന്ന സിനിമ പൈസ മൂപ്പര് രാഷ്ട്രീയത്തിൽ നിന്ന് ഈ പറഞ്ഞ പോലെ എല്ലാവരും പറഞ്ഞ പോലെ കക്കാൻ പറ്റും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാല് മൂപ്പര് 5 കൊല്ലം കൊണ്ട് ഒരു സിനിമ, അതായത് ഞാൻ വേറെ കാര്യം പറയും, ഇപ്പൊ 5 കൊല്ലത്തെ കാര്യം പറഞ്ഞതിന് മുന്നേ എന്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞുതരാം. ഈ ഒരാള് ഇപ്പൊ ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോ തന്നെ 26 CM എന്ന് പേഴ്സണലായിട്ട് പറയണമെങ്കിൽ അതിനൊരു തെമ്പന്നെ വേണ്ടേ, അതിനൊരു ഗട്സ് വേണ്ടേ. ഏത് ഇപ്പൊ ഞാൻ എല്ലാവരും അടുത്ത് ഇപ്പൊ നമ്മൾ ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം ഞാൻ ഇപ്പൊ ഈ വീഡിയോയിൽ പറയുന്നത്. കാരണം ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു വന്നോടെ തന്നെ മൂപ്പര് CM ആണ്. കാരണം ജനങ്ങളുടെ മനസ്സിൽ മൂപ്പര് അങ്ങനെ വന്നിറക്കണം. അത് നമ്മൾ കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ പറഞ്ഞ പോലെ ഉറപ്പാണ് LDF പറഞ്ഞു, അതേപോലെ ഉറപ്പാണ് LDF വന്നല്ലോ. അതുപോലെ ഈ ആൾക്കാരുടെ മനസ്സിലേക്ക് ആ ഒരു CM എന്നുള്ളൊരു പേര് അവിടെ എത്തിപ്പെട്ടു. അതിന് വിജയനെ കൊണ്ട് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. കാരണം ഇതിനു മുന്നേ ഒരുപാട് സിനിമാ നടന്മാര് രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ട്. എങ്ങനെയൊക്കെ പോയി എങ്ങനെയൊക്കെ വന്നു എന്നുള്ള എല്ലാവരും നമ്മൾ കണ്ടതാണ്. ഇപ്പൊ സിനിമ രാഷ്ട്രീയത്തിനെ കുറിച്ചിട്ട് സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന കഥകൾ ഒരുപാടുണ്ട്. തമിഴ്നാടാണെച്ചാലും ശരി, നാട്ടിലാണെച്ചാലും ഒരുപാട് രാഷ്ട്രീയക്കാർ സിനിമക്കാർ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ആരും തന്നെ CM എന്നുള്ള ഒരു പദവിക്കല്ല വന്നിറക്കണത്. ഇവിടെ ആ ഒരു ചർച്ച ചെയ്യണമെങ്കിൽ അത് ഈ പറഞ്ഞ ഒരാളിനെ കൊണ്ടേ പറ്റുള്ളൂ, വിജയനെ കൊണ്ട് മാത്രം. അത് വിജയനെ കൊണ്ട് മാത്രമേ ഉള്ളൂ. ഇനിയും ചിലപ്പോൾ ആളുകൾ വരുമായിരിക്കും. ഇപ്പൊ ഇതുപോലെ പബ്ലിസിറ്റി ആയാലും ഒരുപാട് നടന്മാരുണ്ടാകുമായിരിക്കും. പക്ഷെ ആരും ഈ CM എന്നുള്ളൊരു പദവിക്ക് വരണമെങ്കിൽ അത് കുറച്ച് പണിയുണ്ട്. പിന്നെ ഇന്നലെ വന്നിട്ട് ഒരു നോമ്പ് ഉറപ്പിച്ച പരിപാടിയൊന്നും അല്ല വിജയനെ കാണിച്ചത്. കാരണം എന്താ വെച്ചാൽ മുമ്പ് കുറെ കാലം മുമ്പ് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഇപ്പൊ റീല് കൂടെ ഇപ്പോഴാണ് വന്നിട്ട് ഇതായിക്കൊണ്ടിരിക്കുന്നത്. മുമ്പ് 2008 അടക്കം വീഡിയോ, 2008 കാരണം ആ സമയത്തുള്ള ഒരു വീഡിയോ പോലും, ഒരു ഫോട്ടോഷൂട്ട്, ഒരു ഫോട്ടോ പോലും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോ അതുപോലെ അപ്പോ ആ ഒരു രാഷ്ട്രീയത്തിക്ക് ഇറങ്ങുമ്പോൾ പിന്നെ പബ്ലിസിറ്റി വേണമല്ലോ. രാഷ്ട്രീയം എന്നുള്ളത് മുമ്പ് അതിന് വെറുതെ ഞാൻ നിന്നിട്ടാണ് വെറുതെ ജയിച്ചോട്ടെ എന്ന് പറയുന്നത് അങ്ങനെയൊന്നുള്ള ഒരാളെന്നല്ലോ. രാഷ്ട്രീയത്തിലേക്ക് വന്നു, അതിന് വേണ്ടിയിട്ടുള്ള പണിയെടുക്കണം. ഇവിടെ എന്താണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് മൂപ്പരും ചെയ്തിട്ടുള്ളൂ. കുറെ കാലം മുന്നേ ഇവിടുത്തെ കുറെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ നമ്മളും കണ്ടായിരിക്കണം. അതായത് എന്തൊക്കെ തരത്തിലുള്ള പോസ്റ്റർ ഉണ്ടെന്നുള്ളത്. അതായത് ഒരു പെരുന്നാൾ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ക്രിസ്മസ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ദീപാവലി വരികയാണെങ്കിൽ എന്തൊക്കെ അവിടെ നാട്ടുകാർ കാട്ടും, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ എന്തൊക്കെ കാട്ടുന്നുള്ള എല്ലാവരും കണ്ടിട്ടുണ്ട്. അല്ലാതെ ഒരു വിജയ് വന്ന് ചെയ്തു എന്ന് പറഞ്ഞിട്ട് മാത്രം അതൊരു വിവാദമാകാനൊന്നുമില്ല. പിന്നെ ഇപ്പൊ വേറെ ന്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ വേറെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം തമിഴ്നാട് ജമാഅത്തെ ഇസ്ലാമില് വിജയിനോട് സപ്പോർട്ട് ചെയ്യരുത് എന്നുള്ള ഒരു ന്യൂസൊക്കെ ഉണ്ട്. അതിന് എത്ര പേരും സത്യമാണെന്നുള്ളത് അറിയില്ല. ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് ഞാൻ എന്തായാലും പറയുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങള്. അപ്പൊ ഈ ഒരു 5 കൊല്ലം കൊണ്ട് വിജയിന് അഥവാ CM ആയാൽ പോലും വിജയ് ഒരു വർഷത്തെ ഒരു സിനിമ അഭിനയിച്ച് പറഞ്ഞാൽ 250-300 കോടിയാണ് മൂപ്പറിന്റെ ഇത് പറയാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, അതാ പറഞ്ഞത്. ഇപ്പൊ ഞാനിത് എന്റെ ഒരു ഫാൻസ് എന്നുള്ള രീതിക്കുള്ള എന്റെ ഒരു അഭിപ്രായമുണ്ട് ഞാൻ പറയണത്. കാരണം അത്രേ ഉള്ളൂ. ഈ മൂപ്പര് പറഞ്ഞില്ലേ 5 കൊല്ലം കൊണ്ട് സിനിമയിൽ അഭിനയിക്കണമെന്നും രാഷ്ട്രീയത്തിൽ നിന്ന് എടുക്കാൻ പറ്റിയായിരിക്കും, അതിൽ കൂടുതൽ കിട്ടിയായിരിക്കും. പക്ഷെ എന്തിനാന്നുള്ളതാണ് ചോദ്യം. പിന്നെ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, ഇയാള് രാഷ്ട്രീയത്തിലേക്ക് വന്നാലേ നല്ലത് ചെയ്യാൻ പറ്റൂ എന്നുള്ളതുണ്ട്. ഒരുപാട് പൈസ ഉണ്ടായിട്ട് അതൊരു ആൾക്കൊണ്ടേ കൊടുത്തു വേണ്ട അതൊരു വലിയ ഉപകാരമൊന്നും ഉണ്ടായില്ല. എന്റെ അഭിപ്രായമാണത്.
കാരണം ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ഒരുപാട് പൈസ ഉണ്ട്, ഞാൻ ഒരാളെ കൊണ്ടേ സഹായിച്ചു, അതിൽ കാര്യമൊന്നുമില്ല. കാര്യം പറഞ്ഞ കാര്യമുണ്ട് കേട്ടോ, വലിയ കാര്യമാണ്. ആ ചെയ്തതിൽ കാര്യമില്ല, പക്ഷെ അതും കൂടെ ഒരു പവറും കൂടി ഉണ്ടെങ്കിൽ പണത്തിനെക്കാട്ടും വലുതാണ് പവർ. ഏത് അതായത് ഇതൊക്കെ ഭൂമിത്തെ കാര്യം എന്താ പറയുന്നത്, അല്ലാതെ എല്ലാത്തിനും വലുത് പണവും പവറാണെന്നുള്ളത് ഞാൻ പറയില്ല. അപ്പോ ഈ പണം വെച്ചിട്ട് മാത്രം ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ അതിനൊരു പവർ വേണം. ആ പവർ ഉണ്ടാക്കിയെടുക്കാനുള്ള ഇതുവരെയ്ക്ക് മൂപ്പര് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ഒരു പവർ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് ഇപ്പൊ തന്നെ വലിയൊരു പവർ ഉണ്ട്. ഇനി ഇതിൽ കൂടുതൽ ശരിക്കും പറഞ്ഞ പവർ വേണല്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ മൂപ്പര് ഒരു സിനിമയിൽ അഭിനയിച്ച് ആ സിനിമയിൽ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ വരും മൂപ്പരുടെ വീട്ടിലെ റൈഡും കാര്യങ്ങളും, അത് എന്ത് റൈഡാണെന്നുള്ളതൊക്കെ. അപ്പൊ അതാ പറഞ്ഞു വന്നത്. അപ്പൊ ബാക്കിയുള്ളത് നമ്മൾ മൂപ്പർക്ക് ചാൻസ് കൊടുത്തു നോക്കാം എന്ത് സംഭവിക്കുന്നുള്ളത്. അല്ലാതെ മൂപ്പര് പേടിച്ചു ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാൻ പറ്റില്ല. ഫുള്ള് ചർച്ച ചെയ്യണ്ടാ, നമ്മൾ വിചാരിക്കുന്നതല്ല. മൂപ്പരെ കുറിച്ച് ഫുള്ള് ചർച്ച, ഓരോ ദിവസങ്ങളും എല്ലാ രാഷ്ട്രീയക്കാരും ഒരു വട്ടമെങ്കിലും മൂപ്പരെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടാവും. കാരണം അത്രയ്ക്ക് ആ ഒരു ഇതാണ്. എന്താന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. ഇപ്പൊ 26 ഇലക്ഷനിലല്ലേ, ഐ ആം വെയിറ്റിംഗ് പറഞ്ഞ പോലെ വെയിറ്റ് ചെയ്യാം നമുക്ക്.